എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്ന് നമുക്ക് കറണ്ട് എനർജീസ് തന്നെ നോക്കാം അല്ലേ? കറണ്ട് എനർജീസ് നിങ്ങൾക്കും അവർക്കും പരസ്പരമുള്ള കറണ്ട് എനർജി എന്താണ്, ഇന്നത്തെ ദിവസത്തെ എനർജി എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി നിങ്ങൾക്കായിട്ട്, ഇത് നിങ്ങളുടെ കറണ്ട് എനർജി അവർക്കായിട്ട്. ഓക്കെ, അവർക്കൊക്കെ ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ടുകളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ഓക്കെ, പേഴ്സണൽ റീഡിങ്ങിൽ കൂടി മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക, പോസിറ്റീവ് മാനിഫെസ്റ്റേഷൻസ് ചെയ്യുക. ഓക്കെ, സ്ട്രെസ്സ് വരും, മനുഷ്യരാണെങ്കിൽ സ്ട്രെസ്സ് വരും തീർച്ചയായിട്ടും. എസ്പെഷ്യലി റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നമുക്ക് സ്ട്രെസ്സ് വരും. നമ്മുടെ പേഴ്സൺ ഒന്ന് മെസ്സേജ് അയക്കാതിരിക്കുകയോ ഇഗ്നോർ ചെയ്യുകയോ ഒക്കെ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് സ്ട്രെസ്സ് വരും. പക്ഷേ അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡിലേക്ക് ചിന്തിച്ചിട്ട് ഡിവൈനിനെ വിട്ട് കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ. ഓവർ സ്ട്രെസ്ഡ് ആവരുത്. കാരണം ഒരുപാട് മെസ്സേജസ് എനിക്ക് ഒരുപാട് പേര് അയക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, എല്ലാത്തിനും എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റാറില്ല. കാരണം റീഡിങ്ങിൻ്റെ മെസ്സേജസും വരും, അതിൻ്റെ ഇടയിൽ കൂടെ വേറെ റെഗുലർ മെസ്സേജസ് വരുമ്പോഴത്തേക്ക് എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ കോൾസ് എടുക്കാത്തത് കൊണ്ടാണ്. ഞാൻ റീഡിങ്ങിലായിരിക്കുമ്പോൾ മറ്റ് കോൾസ് അറ്റൻഡ് ചെയ്യില്ല കേട്ടോ. അപ്പോൾ എന്തുണ്ടെങ്കിലും മെസ്സേജ് ഇട്ടിരുന്നാൽ മതി. ലൈക്ക് പേഴ്സണൽ മെസ്സേജസ് കഴിയുന്നതും ഒഴിവാക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു. റീഡിങ്ങിന് വേണ്ടി മാത്രം മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, കാരണം എല്ലാവരുടെയും പ്രശ്നം കേട്ട് ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ ലൈക്ക് അത് എനിക്ക് പോസിബിൾ അല്ല. എനിക്ക് 1000 മെസ്സേജ് വന്നു കഴിഞ്ഞാൽ 1000 പേർക്കും റിപ്ലൈ ചെയ്യാമെന്ന് പറയുന്നത് എനിക്ക് പോസിബിളായിട്ടുള്ള കാര്യമല്ല. നിങ്ങൾ മനസ്സിലാക്കുമല്ലോ അല്ലേ? ആർക്കെങ്കിലും റിപ്ലൈ ഞാൻ തന്നില്ലെങ്കിൽ ക്ഷമിക്കുക. റീഡിങ് റിലേറ്റഡ് ആയിട്ട് ആണ് നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നെങ്കിൽ തീർച്ചയായും ഞാൻ റിപ്ലൈ ചെയ്യും കേട്ടോ. റീഡിങ്ങിലേക്ക് പോകാം. ആദ്യം അവരുടെ കറണ്ട് എനർജി നിങ്ങൾക്കായിട്ട്. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സ് വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ കറണ്ട് എനർജിയിൽ എൻ്റെ വ്യൂവേഴ്സിനായിട്ട് ഇന്ന് എന്താണ് കാണുന്നതെന്ന് പറഞ്ഞു തരും. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജിയിൽ അവർക്കായിട്ട് ഇന്നത്തെ ദിവസം എന്താണ് കാണുന്നത്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജിയിൽ എന്താണ് അവർക്കായിട്ട് ഇന്ന് കാണുന്നത്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജിയിൽ ഇന്നത്തെ ദിവസം എന്താണ് അവർക്കായിട്ട് കാണുന്നതെന്ന് പറഞ്ഞു തരൂ. വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജിയിൽ അവർക്കായിട്ട് എന്താണ് ഇന്നത്തെ ദിവസം കാണുന്നതെന്ന് പറഞ്ഞു തരൂ. വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജിയിൽ അവർക്കായിട്ട് എന്താണ് കാണുന്നത് പറഞ്ഞു തരൂ. എടുക്കണം കേട്ടോ. 10 of Pentacles, Hierophant, Sun, Knight of Swords, Page of Swords, 4 of Wands, Wheel, 4 of Swords, Death, Rebirth, Hanged Man on duty, 8 of Pentacles, Page of Wands, Queen of Wands. Clarify 10 of Pentacles, clarify 10 of Pentacles, clarify 10 of Pentacles. ടെൻ ഓഫ് കപ്സ്. അവിടെ ഫാമിലിയുടെ പ്രസൻസ് ഇന്ന് കുറച്ച് കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഞാനത് ഫാമിലി തന്നെയാണോ എന്താണെന്ന് നോക്കുമായിരുന്നു. ഇന്നത്തെ ദിവസം അവർ വീട്ടിൽ തന്നെയാണ് എന്ന് കാണുന്നുണ്ട് കേട്ടോ. വീട്ടിൽ കുറച്ച് ബിസി ആയിട്ട് അവർ ഫീൽ ചെയ്യുന്നു. വീട്ടിലത്തെ കാര്യങ്ങൾ, വീട്ടിലെന്തോ അവർക്ക് ചെയ്യാനുണ്ട്, അവിടെ ബിസിയാണ്. കറണ്ട് എനർജിയാണ് ഞാൻ നോക്കിയത്. അപ്പോൾ വീട്ടിലിരിക്കുന്നു എന്നാണ് കാണുന്നത്. ഓക്കെ, അത് സംതിങ് റിലീജിയസ് ആയിട്ട് ഉള്ള കാര്യവുമായിരിക്കാം. ഒരു പൂജയോ അങ്ങനെ എന്തെങ്കിലും വീട്ടിൽ വെച്ചിട്ടുണ്ടായിരിക്കും. അതിൻ്റെ തിരക്കിലാണ് എന്ന് കാണുന്നു കേട്ടോ. റിലീജിയസ്ലി സ്പിരിച്വലി റിലേറ്റഡ് ആയിട്ടുള്ള ആരോ ഇവരുടെ വീട്ടിൽ വന്നിട്ടുണ്ട്.
അതിൻ്റെ പുറകിലാണ് അവർ. ഒരു പ്രാർത്ഥനയായിരിക്കാം, പൂജയായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരിക്കും. അതിൻ്റെ തിരക്കിലാണ് അവരെന്നാണ് അറ്റ് പ്രസൻറ്റ് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ ഇടയിൽ ഒരു മേജർ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, സോഷ്യൽ സ്റ്റാറ്റസ് ഡിഫറൻസസ് ഒക്കെ ഉണ്ടായിരിക്കാം. നിങ്ങളുടെ പേഴ്സൺ ഒരു ടീച്ചറായിരിക്കാം, ഒക്കൾട്ട് റിലേറ്റഡ് പ്രാക്ടീഷണർ ആയിരിക്കാം, അതായത് ടാരോ, ന്യൂമറോളജി, ആസ്ട്രോളജി അങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയുമായിരിക്കാം കേട്ടോ. അവർ അതിനെക്കുറിച്ചൊക്കെ ഓർക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം നിങ്ങളിത് കാണുന്ന സമയത്ത് അവർ പൂജയിലോ ഒക്കെ ആണെങ്കിൽ, പ്രാർത്ഥനയിലൊക്കെ ആണെങ്കിൽ നിങ്ങളെക്കുറിച്ചുകൂടി ആ സമയത്ത് ചിന്തിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. സൺ വെച്ച് അവർ ചിന്തിക്കുന്നത് നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ പോസിറ്റിവിറ്റി ജീവിതം മുഴുവൻ അവർക്ക് നിലനിൽക്കണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ദൂരെ ആണെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് ഓടിയെത്താൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു സ്പീഡി ആക്ഷൻ ഇനി നിങ്ങൾക്ക് വേണ്ടി എടുക്കാം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. പലർക്കും ഒരു കമ്മിറ്റ്മെൻറ്റ് വരുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ, ഇത് മിക്സ്ഡ് എനർജീസ് ആയതുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് അവരുടെ അച്ഛനമ്മമാരോട് സംസാരിക്കുന്നതും ആവാം. ഓക്കെ, നിങ്ങളുടെ കാര്യം, അതായത് നിങ്ങളെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്നുള്ള കാര്യം അവരുടെ മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ അവരോട് ഡിസ്കസ് ചെയ്യുന്നതുമാവാം. നിങ്ങളുമായിട്ട് കമ്മിറ്റഡ് ആവാൻ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ള രീതിയിൽ കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഇവർ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. മെസ്സേജസ് നിങ്ങൾ പരസ്പരം അയക്കാറുണ്ടായിരിക്കും, ഇൻ കോണ്ടാക്റ്റ് ആയിരിക്കും. നിങ്ങളുടെ പിക്ചേഴ്സ് ഇവരുടെ കൈവശം ഉണ്ടെങ്കിൽ ഇവർ നോക്കാറുണ്ടായിരിക്കും. ഓക്കെ, അതേപോലെ എന്തോ ഒരു ഇവൻറ്റിന് വേണ്ടിയിട്ട് അവർ തയ്യാറെടുക്കുന്നതായിട്ടും കാണുന്നു. അവിടെയും 2 സിനാറിയോ നമുക്ക് പറയാം. ഒന്നുകിൽ വീട്ടുകാരോട് ആലോചിച്ച് അതൊരു പ്രോപ്പറായിട്ട് വിവാഹ പ്രപ്പോസലിലേക്ക് എത്തിക്കുന്നതിനെ പറ്റിയിട്ട് അവർ ചിന്തിക്കുകയാണ്, സംസാരിക്കുകയാണ് അവിടെ. അതും അല്ലെങ്കിൽ നിങ്ങളോട് അവർ തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിൽ തുറന്ന് പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നതായിട്ടും കാണുന്നു. ഇന്നത്തെ കറണ്ട് എനർജിയിൽ അതാണ് കാണുന്നത്. നിങ്ങളോട് എന്ത് തന്നെ ആയാലും തുറന്ന് സംസാരിക്കാം, കാര്യങ്ങൾ ക്ലിയർ ചെയ്യാം എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും അതൊരു പോസിറ്റിവിറ്റിയിലേക്ക് വരും. നിങ്ങളുടെ റിപ്ലൈ പോസിറ്റീവ് ആയിരിക്കും എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. അവരുടെ മനസ്സിൽ ഇനി അങ്ങോട്ടുള്ള ലൈഫ് നിങ്ങളുമായിട്ട് വളരെ പോസിറ്റീവായിട്ട് ജീവിച്ച് തീർക്കണം, നിങ്ങളുമായിട്ട് കമ്മിറ്റഡായിട്ട് വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി വിവാഹം കഴിച്ച് ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരണമെന്ന് തന്നെയാണ്. ഇത് ഇന്നത്തെ ദിവസം പാരൻസിനോട് പ്രസൻറ്റ് ചെയ്യേണ്ടുന്ന കാര്യം ആലോചിച്ചിട്ട് ഇവർ ഇന്നലെ ഉറങ്ങിയിട്ടുമില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഇന്ന് പ്രപ്പോസ് ചെയ്യേണ്ടുന്ന കാര്യം ആലോചിച്ചിട്ട് ഇന്നലെ ഉറങ്ങാൻ സാധിച്ചിട്ടില്ല എന്നും കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ കൂടുതലായും വർക്ക് റിലേറ്റഡ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും കേട്ടോ. എന്ന് വെച്ചാൽ വർക്ക് റിലേറ്റഡ് ആയിട്ട് കണക്റ്റഡ് ആയിട്ടും ഒരുമിച്ച് ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആൾക്കാരും ആയിരിക്കും, ജോബ് റിലേറ്റഡ് ആയിട്ട്. ഓക്കെ, എന്തായാലും നിങ്ങളുടെ കൂടെ ഒരു പുതിയ ബിഗിനിങ് വേണം എന്നവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഒരു പ്രപ്പോസൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു വിവാഹ പ്രപ്പോസൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം, അവിടെ നിന്ന് ജീവിതത്തിനൊരു പുതിയ തുടക്കം വേണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഇന്നത്തെ ദിവസം ജോലി തിരക്കുകളിൽ ഒരുപാട് പെട്ട് കിടക്കുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. വീട്ടിൽ സംസാരിക്കുന്നതിനോടൊപ്പം കുറച്ച് പേർക്ക് വർക്ക് ഫ്രം ഹോം ആയിരിക്കാം, അങ്ങനെയും ആയിരിക്കാം. അതിൻ്റെ ഇടയിൽ തന്നെ ജോലിയിലേക്കും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ അറ്റ് എ ടൈം സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ട്, അതായത് ഇവരുടെ അറ്റൻഷൻ പല ഭാഗത്തേക്ക് ഡൈവേർട്ട് ചെയ്ത് വിടേണ്ടെന്ന ആവശ്യം ഇവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ്. പാരൻസിനെ സംസാരിക്കുന്നുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ ജോലിയിലും ശ്രദ്ധിക്കുന്നു എന്നുള്ള രീതിയിൽ. ഓക്കെ, അറ്റൻഷൻ പല സൈഡിലേക്ക് ഡൈവേർട്ടായി പോകുന്ന പോലെ അതിൻ്റെ ഇടയിൽ കൂടി നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് ചാറ്റിംഗ് അല്ലെങ്കിൽ മെസ്സേജസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോസ് എടുത്ത് നോക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ നിങ്ങളുടെ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റി ഇവർ ഫോളോ ചെയ്യുന്നതായിട്ട് കാണുന്നു. നിങ്ങളെ പ്രതി ഇവർക്ക് റെസ്പെക്റ്റ്, സ്നേഹം, അട്രാക്ഷൻ എല്ലാം തന്നെയുണ്ട്. കറണ്ട് എനർജിയിൽ വളരെ സ്നേഹപുരസരം തന്നെയാണ് ഇവർ നിങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അറ്റ് പ്രസൻറ്റ് എന്ന് കാണുന്നുണ്ട്. കുറച്ച് കാർഡ്സ് കൂടി തരുവാൻ. മിസ്സിങ് എനർജി വല്ലാതെ ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവർ വീട്ടിൽ സംസാരിക്കുന്നത് കൊണ്ടൊക്കെ ആയിരിക്കാം ഇവർക്ക് നിങ്ങളെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് വളരെ ആഗ്രഹം തോന്നുന്നുണ്ട് കേട്ടോ. എപ്പോഴും അങ്ങനെയാണല്ലോ, നമുക്ക് ഏറ്റവും സപ്പോർട്ട് നമ്മുടെ പേഴ്സൺ തന്നെയാണല്ലേ. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസിൽ പെട്ട് കിടക്കുമ്പോൾ നമ്മൾ ആരെയാണ് ആദ്യം വിചാരിക്കുക? നമ്മുടെ പേഴ്സണെ തന്നെയാണ് ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുക.
നിങ്ങളുമായിട്ടൊരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസിൽ അവരും ഭാഗഭാക്കാക്കണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതെപ്പോഴാണ് അങ്ങനെ സംഭവിക്കുക? നമ്മളുടെ പാർട്ട്ണർ ആവുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുക, അല്ലേ? നിങ്ങളും നിങ്ങളുടെ പേഴ്സണും പാർട്ട്നേഴ്സ് ആവുമ്പോഴാണ് ഒരു ഈക്വൽ റെസ്പോൺസിബിലിറ്റിയൊക്കെ ഷെയർ ചെയ്യുന്ന സിറ്റുവേഷൻ വരിക. അത് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറായിട്ട് നിങ്ങളുമായിട്ട് കാര്യങ്ങളെല്ലാം പങ്കുവെച്ച് ഒന്നിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള രീതിയാണ് അവർ കറണ്ട് എനർജിയിൽ ചിന്തിക്കുന്നത്. കിങ് ഓഫ് വോൺസ് ആൻഡ് ക്വീൻ ഓഫ് വോൺസ് വീണ്ടും ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ കാർഡാണ് നമുക്കവിടെ കിട്ടിയിരിക്കുന്നത്. നിങ്ങളെ ഓൾറെഡി അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ടും അവരുടെ പാർട്ട്ണറായിട്ടും തന്നെയാണ് കാണുന്നത് കേട്ടോ. ഓൾറെഡി ദേ ആർ തിങ്കിങ് ദാറ്റ് യു ആർ ദ പാർട്ട്ണർ എന്നുള്ള രീതിയിൽ. ഒരു ഭാര്യ ഒരു ഭർത്താവിൻ്റെ സ്ഥാനത്ത് തന്നെയാണ് അവർ നിങ്ങളെ ഓൾറെഡി കാണുന്നത് എന്നുള്ള രീതിയിൽ. ഓക്കെ, പരസ്പര ബഹുമാനവും പരസ്പര സ്നേഹവും അട്രാക്ഷനും എല്ലാം തന്നെയാണ് നമുക്കവിടെ കിട്ടുന്നത്. ഏസ് ഓഫ് കപ്സ്, ഒരുപാട് സ്നേഹത്തോടെയാണ് അവർ നിങ്ങളെ ഓർക്കുന്നത്. നിങ്ങൾ അവരുടെ ലൈഫിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാന്നിധ്യമാണ്. ഓക്കെ, നിങ്ങളെന്നും അവരുടെ കൂടെ വേണം. ആ സ്നേഹം മുഴുവനായിട്ട് നിങ്ങൾക്ക് തരാൻ സാധിക്കണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. സ്റ്റാർ വെച്ച് നിങ്ങൾ അവരുടെ ലൈഫിൽ ലക്കി ചാമാണ് എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ വന്നതിന് ശേഷമാണ് അവർക്ക് അവരുടെ ലൈഫിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. നിങ്ങൾ അവരുടെ ലക്കാണ് എന്നവർ കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെന്നും അവരുടെ കൂടെ വേണം. അവർ ആ സ്റ്റാറിനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. കണ്ടില്ലേ, ആ പിക്ചർ കണ്ടില്ലേ? ആ സ്റ്റാറിനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. നിങ്ങളാണ് ആ വെളിച്ചം താഴെ ഇരിക്കുന്നത്, നിങ്ങളുടെ പേഴ്സണാണ്. അതുകൊണ്ട് നിങ്ങളെ വിട്ട് കളയാൻ അവർക്ക് സാധിക്കില്ല. നിങ്ങളെ ക്ലിങ് ചെയ്തിട്ടാണ് അവർ നിൽക്കുന്നത്. ഓക്കെ, മജീഷ്യൻ വെച്ചിട്ട് 24 മണിക്കൂറും ഇവർക്ക് നിങ്ങളുടെ ചിന്തകൾ തന്നെയാണ്. ഊണിലും ഉറക്കത്തിലും എല്ലാം ഇവർ നിങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അങ്ങനെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അവരുടെ ലൈഫിൽ മാനിഫെസ്റ്റായി പോകുന്ന ഒരു അവസ്ഥയാണ് അവിടെ. നിങ്ങൾക്ക് വിട്ടു പോകാൻ നിങ്ങൾ ശ്രമിച്ചാലും അതിന് സാധിക്കില്ല എന്നർത്ഥം. ഒരു മാഗ്നറ്റിക് പുള്ള് പരസ്പരം നിങ്ങൾ ഫീൽ ചെയ്യുന്നതായിട്ടും വിട്ടു പോകാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു കണക്ഷൻ നിങ്ങളുമായിട്ട് അവർ ഫീൽ ചെയ്യുന്നതായിട്ടുമാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്നും കാണുന്നത്. 2 ഓഫ് കപ്സ്, റീയൂണിയൻ നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ കാണണം, അടുത്ത് കണ്ട് സംസാരിക്കണം എത്രയും പെട്ടെന്ന് എന്ന് തന്നെ. ഞാൻ സംസാരത്തിൻ്റെ കാര്യം പറഞ്ഞ ഉടനെ കിട്ടിയ കാർഡ് 8 ഓഫ് വോൺസ്. തീർച്ചയായും അടുത്ത് കണ്ട് സംസാരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. സ്നേഹത്തോടെ കുറച്ച് മൊമെൻറ്റ്സ് സ്പെൻഡ് ചെയ്യണം, അവരുടെ സ്നേഹം നിങ്ങളെ ബോധ്യപ്പെടുത്തണം എന്നൊക്കെ തന്നെ അവർ ചിന്തിക്കുന്നു കേട്ടോ. ലാസ്റ്റ് കാർഡ്, നിങ്ങളെ പ്രതി വളരെ ഇമോഷണലായിട്ട് ഫീൽ ചെയ്യുന്നു നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, അറ്റ് പ്രസൻറ്റ് അതാണ്. എത്രയും വേഗം നിങ്ങളുടെ അടുത്തേക്ക് എത്തണം, ഓടി എത്തണം എന്നുള്ളൊരു ഫീലിംഗ് ആണ് അവർക്ക് അറ്റ് പ്രസൻറ്റായിട്ട് കാണുന്നത്. ഓക്കെ, എന്ത് തന്നെയായാലും അവർ നിങ്ങളെ അവരുടെ ഫാമിലിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യം വളരെ കാര്യമായിട്ട് തന്നെ ചിന്തിക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം. ഓൾറെഡി അവർ നിങ്ങളെ അവരുടെ പാർട്ട്ണറുടെ സ്ഥാനത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾ അവരുടെ ലൈഫിൽ സൂര്യനും എന്താ പറയുക നക്ഷത്രവും എല്ലാം നിങ്ങൾ തന്നെയാണ് കേട്ടോ. അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ജോലിയുണ്ട്, മാതാപിതാക്കളുണ്ട്, അതെല്ലാം ഉണ്ട് അവിടെ. അവർക്ക് സോഷ്യൽ സ്റ്റാറ്റസിനെ പറ്റി ആലോചിക്കാനുണ്ട്, എല്ലാ തടസ്സങ്ങളും ഉണ്ട്. പക്ഷേ അവർ അതെല്ലാം ഒരു പോസിറ്റിവിറ്റിയിലേക്ക് എത്തിക്കണം, നിങ്ങളുമായിട്ടൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇന്നത്തെ കറണ്ട് എനർജിയിൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള കറണ്ട് എനർജി. ഇനി നിങ്ങളുടെ കറണ്ട് എനർജി അവരോട് എന്താണെന്നും നമുക്ക് നോക്കാം. ഇനി നമുക്ക് നോക്കാം നിങ്ങളുടെ കറണ്ട് എനർജി നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് എന്താണ്. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ കറണ്ട് എനർജി എന്താണ്, എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണിന് വേണ്ടിയിട്ട്, അവരുടെ പേഴ്സണിന് വേണ്ടിയിട്ടുള്ള അവരുടെ കറണ്ട് എനർജി, എൻ്റെ വ്യൂവേഴ്സിൻ്റെ കറണ്ട് എനർജിയിൽ എന്താണ്. വ്യൂവേഴ്സിൻ്റെ കറണ്ട് എനർജി ഫോർ ദ പേഴ്സൺ, വ്യൂവേഴ്സ് കറണ്ട് എനർജി ഫോർ ദ പേഴ്സൺ, വ്യൂവേഴ്സ് കറണ്ട് എനർജി ഫോർ ദ പേഴ്സൺ എന്താണെന്ന് കാണിച്ചു തരൂ. എടുക്കട്ടെ. 8 ഓഫ് വോൺസ് എന്ത് പറ്റി? 4 ഓഫ് പെൻഡക്കിൾസ്, സൺ രണ്ടെണ്ണം വന്നേ, ഹെയർ ഓഫ് ഹാൻഡ്, പേജ് ഓഫ് വോൺസ്, 7 ഓഫ് സ്വാർഡ്സ്, ശരി, പേജ് ഓഫ് പെൻഡക്കിൾസ്, ദ വേൾഡ്, പേജ് ഓഫ് സ്വാർഡ്സ്, 9 ഓഫ് കപ്സ്, ശരി.
6 of Wands, Judgment, Wheel of Fortune, എംപ്രസ്. നിങ്ങൾക്കെന്നും അവരുടെ അടുത്ത് എംപ്രസ് ഫീലിംഗ് തന്നെയാണ്. പക്ഷേ ചിലർക്കെങ്കിലും ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ, ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് നിങ്ങളുടെ പേഴ്സൻ്റെ ബിഹേവിയർ കൊണ്ടാണോ എന്താണ് എന്ന് എനിക്കറിയില്ല, ഒരു മടുപ്പ് ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നു അങ്ങോട്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ 100 അല്ല 200% എഫേർട്ട് റിലേഷന് വേണ്ടിയിട്ട് ഇടുന്നു. അവിടുന്ന് ആ ഒരു എന്താ പറയുക, തിരിച്ച് ഇങ്ങോട്ട് അതേ രീതിയിലുള്ളൊരു ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ആ ഒരു സഹകരണം അവർ ചെയ്യുന്നില്ല എന്നുള്ളൊരു ചിന്ത നിങ്ങളെ അലട്ടുന്നുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു എഫേർട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും റിലേഷൻഷിപ്പിനില്ല എന്ന് നിങ്ങൾക്ക് ചിലർക്കെങ്കിലും തോന്നുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു മടുപ്പ് ഫീൽ ചെയ്യുന്നതായിട്ടും തോന്നുന്നു. നിങ്ങളുടെ സ്നേഹം വേണ്ട രീതിയിൽ നിങ്ങൾക്ക് അവരുടെ അടുത്ത് പ്രകടിപ്പിക്കാനുള്ള ഒരു ഫ്രീഡം പോലും നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരവസ്ഥ. ഇവർ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയുണ്ടാവും, മെസ്സേജസ് അയക്കുമ്പോൾ സൂക്ഷിച്ച് വേണം, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് പലതും പറയണം എന്നാഗ്രഹമുണ്ട്, പക്ഷെ അത് പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരവസ്ഥ. ഓക്കെ, ഓപ്പൺ അപ്പ് ചെയ്ത് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ സിറ്റുവേഷനൊക്കെ നിങ്ങൾക്കൊരു മടുപ്പുണ്ടാക്കുന്നതായിട്ട് കാണുന്നു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ വിട്ടു പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഓക്കെ, കാരണം നിങ്ങൾക്ക് ഹാപ്പിനെസ് തരുന്ന, നിങ്ങൾ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കുന്നത് ഇവരെ കാണുമ്പോഴാണ്. ഓക്കെ, യു ഫീൽ ദാറ്റ് നിങ്ങൾക്ക് തോന്നുന്നത് അവർ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു വ്യക്തിയാണ് എന്ന് തന്നെയാണ് നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഓക്കെ, നിങ്ങൾ അവരുടെ സൈഡിൽ നിന്നും ഒരു കമ്മിറ്റ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നിങ്ങൾ അതാണ് അവരുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കുക. ഒരു വിവാഹം, ഒരു ഉറച്ച തീരുമാനം എല്ലാം തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കുന്നത്. അവിടെ നിങ്ങളുടെ ഇടയിൽ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, സോഷ്യൽ സ്റ്റാറ്റസ്, വീട്ടുകാരുടെ എതിർപ്പ് എന്ത് തന്നെ ആവട്ടെ, സൊസൈറ്റി എതിർക്കേണ്ടി വന്നാൽ പോലും എല്ലാം എതിർത്തുകൊണ്ട് അവർ ഓപ്പണായിട്ട് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണം എന്ന് തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിൽ തെറ്റുമില്ല അല്ലേ? നിങ്ങൾ ഒന്നിച്ചാണ് ഒരു റിലേഷനിൽ വന്നത്, അപ്പോൾ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് കമ്മിറ്റ്മെൻറ്റ് ആഗ്രഹിക്കും, അതിലൊരു തെറ്റുമില്ല. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നൊരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഒന്നുകിൽ ഈ കമ്മിറ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു തുറന്ന സംസാരം. അവരുടെ മനസ്സിലിരിപ്പ് എന്താണ് നിങ്ങൾക്കായിട്ട് അവർ തീരുമാനിച്ചിരിക്കുന്നതെന്ന് അറിയാനുള്ളൊരു വ്യഗ്രത നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. ആ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ഭാഗത്തു നിന്നും അവരുടെ ഭാഗത്തു നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഇതുവരെയും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ബഹളങ്ങൾ ഉണ്ടാവും, ക്ഷമിക്കുക. നിങ്ങൾ ഒളിച്ചും പതുങ്ങിയും ഇവരുടെ വെയർഅബൌട്ട്സ് ശ്രദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. പുറമേക്ക് ബലം പിടിച്ചിരിക്കുകയായിരിക്കുമേ. അതായത് എനിക്ക് നിങ്ങൾ എന്ത് തന്നെ തീരുമാനം എടുത്താലും എനിക്ക് ബോധറേഷൻ ഇല്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ ഭാവിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഒളിച്ചും പാത്തും ഇവരെന്താണ് റിപ്ലൈ ചെയ്യാത്തത്, എന്താണ് ഇവരുടെ വാട്ട് ആർ ദി അപ് ടു എന്നുള്ളത് നിങ്ങൾ ഒളിച്ചും പാത്തും ശ്രദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സോഷ്യൽ മീഡിയ ത്രൂ ആവട്ടെ, ഇവരുടെ സുഹൃത്തുക്കൾ ത്രൂ ആവട്ടെ, എന്തെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങൾ ഇവർക്ക് ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, കാരണം ഇവർ ഓപ്പൺ അപ്പ് ചെയ്ത് ഫുള്ളായിട്ട് പറഞ്ഞിട്ടില്ല. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് മാരീഡ് എന്നോ അല്ലെങ്കിൽ നമ്മൾ കമ്മിറ്റഡ് ആണ് എന്നുള്ള രീതിയിൽ അവരുടെ വായിൽ നിന്നും ഒരു വാക്ക് നിങ്ങൾക്ക് വീണ് കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അവർ മിണ്ടാതിരിക്കുന്നത്, നമുക്ക് കമ്മിറ്റ്മെൻറ്റ് കിട്ടില്ലേ, എന്താണ് അവരുടെ ലൈഫിൽ നടക്കുന്നത് എന്നെല്ലാമുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒളിച്ചും പതുങ്ങി ഏതൊക്കെയോ രീതിയിൽ ശ്രദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈവൺ ഇപ്പോൾ ടാരോ റീഡിങ് കാണുന്നത് തന്നെ അതിൻ്റെ ഒരു ഭാഗമാണ്. ഓക്കെ, അങ്ങനെയൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ ഇവരുടെ മനസ്സിൽ എന്താണെന്നുള്ളത്. അത് നിങ്ങൾ പല രീതിയിൽ അറിയാൻ ശ്രമിക്കുന്നതായിട്ടും കാണുന്നു കേട്ടോ. പേരും തന്നെ ലോങ് ഡിസ്റ്റൻസിലാണ് എന്നും കാണുന്നു. അവിടെ ഇരുന്നുകൊണ്ട് പരസ്പരം മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. മെസ്സേജസ് അയക്കുന്നുണ്ട്. ഓൺലൈൻ സ്റ്റോക്കിങ്ങിൻ്റെ കാർഡ്സാണ് കൂടുതലായിട്ട് നമുക്ക് വന്നിരിക്കുന്ന. കമ്മ്യൂണിക്കേഷൻ്റെ കാർഡാണ് കൂടുതലായിട്ടും വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണും നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ തടസ്സങ്ങൾ ഫേസ് ചെയ്യുന്നു. ഓക്കെ, നിങ്ങളും പരമാവധി എന്തെങ്കിലുമൊക്കെ രീതിയിൽ അവരുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മെസ്സേജസ് അയക്കുന്നുണ്ടായിരിക്കും, മെസ്സേജിന് റിപ്ലൈ വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നുണ്ടായിരിക്കും. ഇവരുടെ ഫോട്ടോസ് കയ്യിലുണ്ടെങ്കിൽ നിങ്ങളത് എടുത്ത് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരിക്കും. പഴയ മെസ്സേജസൊക്കെ എടുത്ത് വായിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ,
അങ്ങനെ നിങ്ങൾ അവരെയും പരസ്പരം നല്ലപോലെ തന്നെ സ്റ്റോക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓർമ്മകളുണ്ട് നിങ്ങളുടെ ഇടയിൽ. അതെല്ലാം വീണ്ടും വീണ്ടും മെമ്മറീസിലേക്ക് തിരിച്ച് അത് നോക്കി ആഹ്ലാദിക്കുന്നതായിട്ടും വിഷമിക്കുന്നതായിട്ടും എല്ലാം തന്നെ കാണുന്നുണ്ട്. ഓക്കെ, 9 ഓഫ് കപ്സ് വെച്ച് എന്തൊക്കെ ഇവർ നിങ്ങളുടെ അടുത്ത് കമ്മിറ്റ്മെൻറ്റ് തരാതെയും എന്തൊക്കെ രീതിയിൽ ഇവർ നിന്നാലും അവർ നിങ്ങളുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് തന്നെയാണ് നിങ്ങൾ കരുതുന്നത് കേട്ടോ. നിങ്ങൾക്ക് ലൈഫിൽ വേറെ ഒന്നും വേണ്ട, നിങ്ങൾ ഒരുവിധം സാറ്റിസ്ഫൈഡ് ആണ് ലൈഫിൽ. പക്ഷേ ഇവരില്ലാത്തതിൻ്റെ ഒരു കുറവ് എന്നും നിങ്ങൾക്ക് ഒരു അലട്ടലാണ്. അപ്പോൾ നിങ്ങളുടെ ആവശ്യം അവർ കമ്മിറ്റഡ് ആയിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കണം എന്നുള്ളതാണ്. ഓക്കെ, അവരാണ് നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെൻറ്റ് എന്ന് തന്നെ നിങ്ങൾ കരുതുന്നു. 6 ഓഫ് വാൻഡ്സ് വെച്ച് എന്ത് എഫേർട്ട് വേണമെങ്കിൽ നിങ്ങളുടെ ഈ റിലേഷന് വേണ്ടിയിട്ട് ഇടാൻ നിങ്ങൾ തയ്യാറാണ്. നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് പരമാവധി നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ എഫേർട്ട്സും തന്നെ. ഇനി ഒന്നും ചെയ്യാനില്ല നിങ്ങളുടെ ഭാഗത്ത്. അതുമാതിരി എഫേർട്ട്സ് നിങ്ങളുടെ ഭാഗത്തു നിന്നും എടുത്തു കഴിഞ്ഞു എന്നാണ് കാണുന്നത്. ഈവൺ ഒരു സെപ്പറേഷന് പോവേണ്ടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അതും കൂടി ആ സ്റ്റെപ്പും കൂടി എടുത്തിട്ടാണ് ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു സ്ഥിതി. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണ്ടത് അവരുടെ സൈഡിൽ നിന്നൊരു ക്വിക്ക് ആക്ഷൻ ആണ് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് കേട്ടോ. ചിലർക്കെങ്കിലും ഒരു കേസിൻ്റെ വിധി വരാനുണ്ട്. നിങ്ങൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അത് കിട്ടിയാലെങ്കിലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റെപ്പ് എടുക്കും എന്നുള്ളൊരു ഹോപ്പിൽ, ഒരു ഗുഡ് ലക്ക് സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വരും എന്നുള്ളൊരു ഹോപ്പിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നതായിട്ടും കാണുന്നു. നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് അത് പോസിറ്റീവായിട്ട് തന്നെ വരും. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്നൊരു കമ്മിറ്റ്മെൻറ്റ് കിട്ടും എന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നതായിട്ട് തന്നെയാണ് നിങ്ങളുടെ കറണ്ട് എനർജിയിൽ കാണുന്നത്. ഇവർ എന്തൊക്കെ തരം പെരുമാറ്റം നിങ്ങളുടെ അടുത്ത് പെരുമാറിയാലും നിങ്ങൾക്ക് അവരോട് ആ എംപ്രസിൻ്റെ ആ ഒരു ഫീലിംഗ് ആണ്. അത് പ്രൊട്ടക്റ്റീവ് ഫീലിംഗ് ആണ്. ഒരമ്മ കുഞ്ഞിനെ നോക്കും പോലെയാണ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ നോക്കാറുള്ളത്. അവരുടെ സുഖസൗകര്യങ്ങൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥനകൾ ചെയ്യുക. അവർ കഴിച്ചോ, അവർ ഉറങ്ങിയോ, അവർ ഹെൽത്ത് ഓക്കെ ആണോ, ഇത് തന്നെയാണ് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും. ഓക്കെ, നിങ്ങൾ കൂടെ ഇല്ലാന്നേ ഉള്ളൂ, പക്ഷേ അവരുടെ കൂടെ ഇരുന്ന് അവരെ നോക്കും പോലെയാണ് നിങ്ങളുടെ ചിന്തകൾ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ല. ഊണിലും ഉറക്കത്തിലും എന്ത് ചെയ്യുമ്പോഴും ഇവരുടെ ചിന്തയാണ് ബാക്ക് ഓഫ് ദി മൈൻഡിൽ. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അച്ഛൻ അമ്മ സ്ഥാനത്ത് അവർ മതി എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അത് അവർക്കൊരു റീപ്ലേസ്മെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ ഇല്ല. അവരില്ലെങ്കിൽ മറ്റാരും വേണ്ട എന്നുള്ള ഉറച്ച തീരുമാനമാണ് നിങ്ങളുടെ സൈഡിൽ നിന്നും എനിക്ക് കൂടുതലായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അതെനിക്ക് എപ്പോഴും അങ്ങനെ തന്നെയാണ് കിട്ടാറുള്ളത്. നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള കറണ്ട് എനർജിയിൽ എപ്പോഴും അത് തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെപ്പോഴും അവർക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനകളിൽ നിങ്ങളുടെ പേഴ്സണെ ഉൾപ്പെടുത്താറുണ്ട്. നിങ്ങൾ കൂടുതലായും അവർക്ക് വേണ്ടിയാണ് നിങ്ങൾ പ്രാർത്ഥിക്കാറുള്ളത് എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ അവരുടെ കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായി മാനേജ് ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ് കേട്ടോ. അവർ നിങ്ങളെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങൾക്കും. എല്ലാം നിങ്ങളാണ് അവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കാറുള്ളത് എന്നും കാണുന്നു. ഓക്കെ, നിങ്ങളുടെ ഏറ്റവും തീവ്രമായ ആഗ്രഹം നിങ്ങൾക്ക് എത്രയും വേഗം നിങ്ങളുടെ പേഴ്സണെ ഒന്ന് കാണാൻ സാധിക്കുക, നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്തേക്ക് എത്തുക എന്നുള്ളത്. അതാണ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഈ സമയം ഏറ്റവും പ്രബലമായിട്ട് നിൽക്കുന്ന ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. ഉറക്കമില്ലായ്മയാണ്. അവരെ പോലെ തന്നെ നിങ്ങളും രാത്രി കാലങ്ങളിൽ ഉറങ്ങാറില്ല. എന്തൊക്കെയോ ആലോചിച്ച് സ്ട്രെസ് എടുത്ത് എണീറ്റിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നിങ്ങൾക്ക് കാണുന്നത്. എന്നാൽ അതേസമയം നിങ്ങളുടെ ജോബിലും മറ്റു കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അതിലൊന്നും നിങ്ങൾ നെഗ്ലക്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ ചെയ്യേണ്ടുന്ന റെസ്പോൺസിബിലിറ്റീസ് വീട്ടിലാവട്ടെ ജോബിലാവട്ടെ അതെല്ലാം തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യുമ്പോഴും ഇവരുടെ ഓർമ്മകളാണ് നിങ്ങൾക്ക്. ഓക്കെ, എന്ത് ചെയ്യുമ്പോഴും ഓഫീസിലിരുന്നാലും വീട്ടിലിരുന്നാലും അമ്പലത്തിൽ പോയാലും എല്ലാം ഇവരുടെ മനസ്സ്, ഇവരുടെ സ്നേഹം, ഇവരുടെ മുഖം, ഇതൊക്കെ തന്നെയാണ് നിങ്ങളുടെ മനസ്സിൽ വരിക എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങളും റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്. എത്രയും വേഗം നിങ്ങളുടെ പേഴ്സണെ കണ്ട കാര്യങ്ങൾ സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തണം എന്ന് തന്നെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. പരമാവധി ക്ഷമയോടെയാണ് നിങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പരമാവധി ക്ഷമയുടെ നെല്ലിപ്പടി കാണുക എന്ന് പറയില്ലേ, അമ്മാതിരി ഒരവസ്ഥയിലാണ് നിങ്ങളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്താ പറയുക, എത്രയോ കാലമായി ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു, ഇനിയും വെയിറ്റ് ചെയ്യും എന്ന് തന്നെയാണ് കാണുന്നത്. പക്ഷേ ക്ഷമയുടെ നെല്ലിപ്പടി എത്തുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയിലാണ് നിങ്ങൾക്കിനി ഇവരെ കണ്ടേ പറ്റൂ, സംസാരിച്ചേ പറ്റൂ
എന്നുള്ളൊരവസ്ഥയിലാണ് അറ്റ് പ്രസൻറ്റ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നിങ്ങളുടെ കറണ്ട് എനർജി നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട്. എത്രത്തോളം റെസനേറ്റ് ആയെന്ന് പറയൂ. ഓക്കെ, നിങ്ങളുടെ എനർജി നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അതേപോലെ വേറെന്താണ്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ പുതിയൊരു റീഡിങ്ങുമായിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.